പല വിധത്തിൽ കുരുക്കാകുന്ന തട്ടിപ്പുകൾ. ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്താണ് ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.5 കോടിയിലധികം രൂപ തട്ടിച്ചത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പിലെ പ്രധാന പ്രതികളായ രാജ്യാന്തര കുറ്റവാളികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 തായ്വാൻകാരെയാണ് കേരള പോലീസ് പൂട്ടിയിരിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ഓൺലൈൻ തട്ടിപ്പിലെ ബുദ്ധി കേന്ദ്രമായ തായ്വാൻ പൗരന്മാർ വാങ് ചുൻ വെയ്, ഷെയ്ൻ വെയ് ഹൗ എന്നിവരെയാണ് കേരള പോലീസ് പിടികൂടിയത്. പൂട്ടിയത് എങ്ങനെ? കേസിൽ മുൻപ് പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. പ്രതികൾ കേരള പോലീസിന്റെ നിരീക്ഷണ വലയത്തിലിരിക്കെയാണ് പ്രതികളെ സമാനമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതികളെ കൈമാറുകയായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ 2024 മെയ് വരെയുള്ള കാലത്താണ് ഡോക്ടർ ദമ്പതികൾക്ക് പണം നഷ്ടമാകുന്നത്. കേസിൽ ആദ്യം കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ്, പ്രവീഷ്, അബ്ദുൾ സമദ് എന്നിവരെയും പിന്നീട് ഇതര സംസ്ഥാനക്കാരായ ഭഗവാൻ റാമിനെയും നിർമ്മൽ ജെയിനെയുമാണ് പിടികൂടുന്നത്. ഇവരിൽ നിന്നാണ് മുഖ്യപ്രതികളെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കേസാണിത്. ആദ്യം ചേർത്തല പോലീസ് അന്വേഷിച്ച ഈ കേസ് 5 കോടിയിലേറെ രൂപ ഉൾപ്പെട്ടതായതിനാൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. 40ഓളം അക്കൗണ്ടുകളിലായാണ് സംഘം പണം വാങ്ങിയത്. നേരത്തെ പിടിയിലായ കർണാടക സ്വദേശി ഭഗവാൻ റാം ഡി പട്ടേലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ വിദേശ ബന്ധം വെളിപ്പെട്ടതും തായ്വാൻ സ്വദേശികളിലേക്ക് അന്വേഷണം എത്തിയതും. രാജ്യാന്തര ബന്ധമുണ്ടോ എന്ന് സംസ്ഥാന സൈബർ സെക്യൂരിറ്റി വിംഗ് പ്രത്യേകം നിരീക്ഷിക്കുന്ന കേസിലാണ് വിദേശ പൗരന്മാർ പിടിയിലായത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ അധിക ചുമതലയുള്ള ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കേസിൽ 5 പേരാണ് മുൻപ് പിടിയിലായത്. ഇവരിൽ രാജസ്ഥാനിലെ പാലി സ്വദേശി നിർമ്മൽ ജെയിനാണ് വിദേശികളായ തട്ടിപ്പുകാരുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നത്. തട്ടിയെടുക്കുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയിരുന്നത് ഇയാളാണെന്ന് പോലീസ് കണ്ടെത്തി. ഭഗവാൻ റാമാണ് ഡോക്ടർ ദമ്പതികളുമായി വാട്സാപ്പ് ചാറ്റ് നടത്തി പണം തട്ടിയെടുത്തത്. വാട്സാപ്പ് ലിങ്ക് അയച്ചു കൊടുത്ത് ഗ്രൂപ്പിൽ ചേർത്ത് നിക്ഷേപ ലാഭ വിവരങ്ങൾ കൈമാറി. എന്നാൽ നൽകിയ തുക തിരികെ ചോദിച്ചപ്പോൾ സംഘം 2 കോടി കൂടി നൽകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് ഇവർ പോലീസിൽ പരാതി നൽകുന്നത്. അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി 18 വൈകിട്ട് 4 ധൻബാദ് എക്സ്പ്രസിൽ ആലപ്പുഴയിൽ എത്തിച്ചു കഴിഞ്ഞു. കുറച്ചു കുഴഞ്ഞെങ്കിലും കേരള പോലീസ് വിലങ്ങുവെച്ചത് രാജ്യാന്തര കുറ്റവാളികളെയാണ്.